ഒരു മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മനു ആ വീട്ടിൽ നിന്ന് പോയതിൽ പിന്നെ അവിടെ എല്ലാവരുടെയും സംശയം, നീ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന കമലയുടെ അടുത്ത്. അത് ആരെ കാണാൻ പോയെന്ന് അമ്മയ്ക്ക് അറിയാവോ എന്നൊക്കെ മനു ചോദിക്കുന്നുണ്ട്. അതിവിടെ പറഞ്ഞു കേട്ടെടുത്തോളാം. അലീനയാ, എന്തിനാ നീ അവളെ കാണാൻ പോകുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളായിട്ടുള്ള ഒരു ബന്ധമൊന്നും നിനക്ക് വേണ്ട എന്ന്. എനിക്കതിനെ മിണ്ടിക്കൂടെ ആരുമായിട്ട്? നീ എന്തിനാ അവിടെ നിന്ന് പോയിട്ടും വീണ്ടും അവിടെ പോയി കാണാൻ പോകുന്നത്? അത്രയ്ക്ക് എന്തിതാ നിങ്ങൾ തമ്മിലുള്ളത് എന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട് മനുവിനടുത്ത്. ഇത് കേട്ട ഉടനെ തന്നെ ശിവൻ വരുന്നുണ്ട്. നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? അവര് കാണുകയും മിണ്ടുകയും ചെയ്തിട്ട് അതിന് നിങ്ങൾക്ക് എന്താ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ട് വീണ്ടും കമല ദേഷ്യപ്പെടുന്നുണ്ട് ശിവന്റെ അടുത്ത്. അല്ലെങ്കിൽ അങ്ങനെയല്ലായിരുന്നല്ലോ, അവളെ എങ്ങനെ അപായപ്പെടുത്താമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നവരാ ഇപ്പം അവൾക്കെതിരെ തിരിഞ്ഞ് ഇപ്പൊ സ്നേഹം കൂടാൻ പോയിരിക്കുന്നു എല്ലാവരും കൂടെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് തന്നെ ഉടനെ വൈജയന്തി അടുത്ത് വിളിച്ച് പറയുന്നുണ്ട് കമല. ഞാനൊന്നും അറിയില്ലെന്നാ ഇവിടുത്തെ വിചാരം. ഇവിടുത്തെ ചർച്ചാ വിഷയം മൊത്തം ഈ അലീനയാ. അവൾ അവിടെ നിന്ന് പോയിട്ട് പോലും ഒരു സമാധാനവും ഈ വീട്ടിലില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഉടനെ തന്നെ വൈജയന്തി. എന്നിട്ട് വൈജയന്തി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അവൾ എവിടെയാ നിൽക്കുന്നേ? ഒരു എങ്ങനെങ്കിലും എനിക്കതൊന്ന് അറിഞ്ഞു തരണം. എനിക്ക് അവിടെ പോയി കണ്ട് കൊടുക്കാൻ അവക്ക്. എന്തായാലും എനിക്കും സമാധാനം തന്നില്ല. ഇവിടെ അവള് കരുത എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ വീട്ടിലുണ്ടാകുന്നതെന്ന് നിനക്കറിയാമോ? എല്ലാം കണ്ടും കേട്ടും സഹിച്ചുകൊണ്ടാ ഇവിടെ നിൽക്കുന്നത്. എല്ലാ പിള്ളേര് പോലും അവളെ ഇപ്പൊ മുന്നില് അടിമയായിട്ടാ നിൽക്കുന്നത്, ബാലചന്ദ്രൻ ഉൾപ്പെടെ. അതിന് എന്താ ഒരു മരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ എന്തോ പൊടുക്കൈ കൊടുത്തിട്ട് തന്നെ ഇവിടുന്ന് പോയിരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ ഒരു വഴിയുമില്ല. എന്റെ കൺട്രോളിൽ പോയിക്കൊണ്ടിരുന്ന വീടാ, പക്ഷെ ഇപ്പോൾ അതെല്ലാം അവളുടെ കയ്യിലാക്കിയിരിക്കുന്നുണ്ട്. ഒരു ചെറിയ ഇല അനങ്ങണമെങ്കിൽ പോലും ഇപ്പൊ അവളടുത്ത് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ ഇവിടെയുള്ള എല്ലാവരും. ഫോണാണെങ്കിൽ കൊണ്ട് നടന്ന വീഡിയോ കോൾ വിളിക്കുന്നേ, അവിടുത്തെ പട്ടിയും പൂച്ചയും കാണിച്ച്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ പിള്ളേരുടെ അടുത്താണ് ഞാൻ ഈ ദേഷ്യം തീർക്കുന്നത് എന്നൊക്കെ കമലയുടെ അടുത്ത് പറയുന്നുണ്ട് വൈജയന്തി. ആ സമയം തന്നെ അവിടേക്ക് ബാലചന്ദ്രൻ വരുന്നുണ്ട്. നീ എന്തിനാ എപ്പോഴും അലീനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നേ? ആരെടുത്താ ഈ ഫോണിൽ വിളിച്ച് പറയുന്നത്? അത് കമലത്തിനെയാ. അവക്ക് അല്ലെങ്കിലും അലീനെ കണ്ടുവിടല്ലോ. എല്ലാവരും കണക്ക് തന്നെയാ. ഇതിനൊക്കെ പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടിക്കോളും ഏതെങ്കിലും തരത്തില്. ആ സമയത്ത് കരഞ്ഞു വിളിച്ചുകൊണ്ട് എന്റെ കാൽ പിടിക്കാൻ നീ വരരുത് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അലീനെ കരുതി ഞാൻ നിങ്ങളെ കാല് പിടിക്കേണ്ട ആവശ്യം എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? രാവിലെ തന്നെ എൻ്റെ അടുത്ത് രാവിലെ വഴക്ക് കൂടാനാണോ വരുന്നത്? ഞാനല്ലല്ലോ, നീയല്ലേ ഏതെങ്കിലും ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. കുട്ടിയല്ല, ഞാൻ പറഞ്ഞില്ലേ കമലോ എന്ന്. ആരാവട്ടെ, എന്തായാലും ഇവിടുത്തെ അലീനയുടെ കാര്യം പറയേണ്ട എന്ത് കാര്യം നിനക്കുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാര്യമില്ലേ ഉള്ളൂ, ഈ വീട്ടിൽ നടന്നതൊക്കെ നിങ്ങൾക്ക് മറന്നുപോയോ? ഇവിടെ നിന്നപ്പോഴേ ആ കൊച്ചിന് ഒരു സമാധാനം കൊടുക്കാത്തത് നീ മാത്രം. എന്നിട്ട് ഇനി അവളെ കുറിച്ച് എന്തിനാ പറയുന്നത്? ഇപ്പൊ ഒരു സമാധാനത്തോടെ ഉള്ള ഒരു ജീവിതം അവൾ നയിച്ചുകൊണ്ടിരിക്കുന്നേ. അതിനൊന്നും നീ തടസ്സമാകരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. നീ പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം, അവളുടെ ജന്മരഹസ്യം അതൊരു വലിയൊരു കഥയാ. അതൊക്കെ അറിയണമെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോകണം. എവിടേക്കാ ഞാൻ പോവേണ്ടത്? അല്ലെങ്കിലും അവളെ ജന്മരഹസ്യം അറിഞ്ഞിട്ട് എനിക്ക് എന്താ കാര്യം? അതിന്റെ കാര്യമൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. അവളെ എങ്ങനെയെങ്കിലും ഒതുക്കണം, എനിക്ക് അത് മാത്രമേ ഉള്ളൂ. അവളിന് ഈ വീട്ടിൽ ഫോൺ വിളിക്കാൻ പോലും പാടില്ല. എന്റെ പിള്ളേർക്ക് പോലും എനിക്കതൊരു നിർബന്ധമാ. അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല വൈജയന്തി. അവരെ വിളിക്കട്ടെ, അതിന് വിളിക്കുന്നതിന് ഏറ്റവും നല്ലതാ. അവര് സ്നേഹത്തോടെ പോണം. അല്ലെങ്കിൽ നീ അത് പിന്നെ വിചാരിക്കും ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന്. ഇവിടുന്ന് പുറത്താക്കിയത് തന്നെയാ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇതിലപ്പുറം ഇനി ഒന്നും വരാനില്ല. എന്നാലും മക്കളെങ്കിലും വിളിച്ചോട്ടെ, എന്നാലേ നിനക്കിത്തിരി സ്വബോധം ഉണ്ടാവുകയുള്ളൂ, ഇനിയെങ്കിലും മനസ്സിലാക്കുകയുള്ളൂ എന്നൊക്കെ വൈജയന്തിയുടെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ അലീനെ അവിടെയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇരിക്കുക. ബാലചന്ദ്രനാണെങ്കിൽ ആ സമയത്ത് അലീനത്ത് പറയാൻ പോവുക. അങ്ങോട്ടേക്ക് പോണോമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വേണ്ട, ഞാൻ എന്തിനാ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നത്? അതർക്ക് ഒരു ശല്യമാവും. അത് ചിലപ്പം ഇഷ്ടമായില്ലെങ്കിലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ എല്ലാവരും കൂടെ ഔതക്കുട്ടിയും അതുപോലെ തന്നെ ബാലചന്ദ്രന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുകയും ചെയ്യുന്നുണ്ട് അലീന. അവിടെയാണെങ്കിൽ രാവിലെ ഞാൻ അച്ഛന് പത്രം കൊണ്ടു കൊടുക്കുന്നതും ചായ കൊണ്ടു കൊടുക്കുന്നതും എല്ലാം
എന്തായാലും എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും. ഞാനത് ആഗ്രഹിച്ച് നല്ലൊരു വീടാ, എനിക്ക് ഒരു സ്ഥാനം കിട്ടിയ വീടാ എനിക്കത്. പക്ഷേ അത് അമ്മയാ എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമായിരുന്നത്. അവിടെയുള്ള എല്ലാവരും എൻ്റെ സ്നേഹമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കിവിടെ അവരെ ഒരുപാടൊക്കെ കാണണമെന്നൊക്കെ തോന്നും ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ ഇവിടെ അപരിചിതമായിട്ടുള്ള നിങ്ങളെയൊക്കെ ഞാൻ ഇത്രയും പെട്ടെന്ന് കൂട്ടാവുമെന്ന് എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാവരും. പക്ഷെ എന്തോ ഒരു നിമിത്തം പോലെ ഇപ്പോൾ എനിക്ക് ഒരു അപ്പച്ചനെ നല്ല സ്നേഹമുള്ള കിട്ടി. പക്ഷെ അച്ഛനാണെങ്കിൽ അതുപോലെ തന്നെയാ, അപ്പച്ചൻ സംസാരിക്കും പോലെയും ഇടപെഴും പോലെയൊക്കെ തന്നെയാ എന്നോട് ആയിരുന്നത്. പക്ഷെ പപ്പയുടെ സ്വഭാവം മാത്രമാ ഇത്ര ഒരു കടുംപിടുത്തം പോലെ. എനിക്കതാ ഒന്നും മനസ്സിലാവാതെ. ചില സമയത്ത് സ്നേഹം കണ്ടാൽ വിചാരിക്കും ഇങ്ങനെയുള്ള സ്നേഹമുള്ള ആളുണ്ടാകില്ല എന്ന്. പക്ഷെ ചില സമയം നിൽക്കുന്നത് കണ്ടാൽ എനിക്ക് ദേഷ്യം. അവനിനി ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മോളടുത്ത്. ഇപ്പം നല്ല സ്നേഹമല്ലേ, ഇതുപോലെ അങ്ങോട്ട് പോട്ടെ. എന്തായാലും മോള് വന്നേ പിന്നെ ഇവിടെ അവൻ്റെ മദ്യപാനമൊക്കെ നിർത്തി പല മാറ്റങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനെ മോളായിട്ട് തടസ്സപ്പെടുത്തുകയൊന്നും ചെയ്യരുത്. നല്ല സ്നേഹത്തോടെ വേണം അവൻ്റെ അടുത്ത് പെരുമാറാനും. എപ്പോഴും ഓഫനേജിനെ കുറിച്ച് പറയുമ്പോഴാണ് അവന് ദേഷ്യം കൂടുന്നത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഡ്രൈവർ കേട്ടോണ്ട് നിൽക്കുക അവിടത്തെ. എന്നിട്ട് ഇതെല്ലാം വിളിച്ച് റീത്താമ്മയെടുത്ത് പറയുന്നുണ്ട്. പൗലോസായിരുന്നു ആദ്യത്തെ ന്യൂസ് കൊടുക്കല് ഇവിടത്തെ. പക്ഷെ ഇപ്പോൾ ഡ്രൈവർ ആ പണി ഏറ്റെടുത്തിരിക്കുക. എന്നിട്ട് പറയുക ഒരുമിച്ച് ഭക്ഷണം വാരി കൊടുക്കലും അതുപോലെ തന്നെയാ കൊഞ്ചിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും തമാശ പറയലും. ഇതുപോലെയൊന്നും ഞാൻ സാറിന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഇപ്പം ഇവള് വന്നേ പിന്നെ എങ്ങനെ, എന്തുകൊണ്ടാ അവര് സ്വന്തം മക്കളും ഭാര്യയും വരാതെ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നൂടെ എന്നൊക്കെ ഡ്രൈവർ റീത്താമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ ദേഷ്യത്തോടെ ഫോൺ വെക്കുന്നുണ്ട്. എന്നിട്ട് റീത്താമ്മ വണ്ടി എടുത്ത് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. ലാലി ജോസഫ് നിൽക്കുന്ന കണ്ടിട്ട് റീത്താമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ അടുത്ത് ഇവിടെ വരില്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും നീ എന്തിനാ വരുന്നത്? എന്റെ അനിയത്തിയുടെ കാര്യം പറയാൻ പിന്നെ ആരാ വരേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് റീത്താമ്മ. പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിവിടെ വരേണ്ട ഒരു അധികാരവും ഇല്ലാന്ന്. പിന്നെയും വീട് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ലാലി ജോസഫ് ചോദിക്കുന്നുണ്ട് റീത്താമ്മയുടെ അടുത്ത്. ആ സമയത്ത് റീത്താമ്മ പറയുന്നുണ്ട്, ഇവിടുത്തെ പല കാര്യങ്ങളും കണ്ടും കേട്ടും ഞാൻ ഇപ്പം മതിയായിരിക്കുക. അത് മാത്രമല്ല ഈ വീട്ടിലേക്ക് ഇപ്പം ഇവരുടെ ആൾക്കാരുടെ ഒഴുക്കാന്നാ ഞാൻ പറഞ്ഞു കേട്ടത്. എന്തായാലും ഇവളെ കാണാൻ ഇത്രയും ആൾക്കാർ ഇവിടെ വരേണ്ട കാര്യം എന്താ? ഇതിനെല്ലാം ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിന്നെ വകവരുത്തി ഇവക്ക് ഈ സ്വത്തുമായിട്ട് കിടക്കാനാ ഇവരുടെയൊക്കെ പ്ലാൻ. അതുകൊണ്ട് നീ അത് ഒരിക്കലും ചെയ്തു കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് ലാലി ജോസഫിന്റെ അടുത്ത്. എന്റെ സ്വത്ത് എന്റെ മകൾ കൊണ്ടുപോയാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല. പക്ഷെ നിങ്ങളെയാ എനിക്ക് പേടി. വിഷം തന്ന് കൊല്ലാൻ വരെ മടിക്കാത്ത സ്ത്രീയാ നിങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ കാണേ വേണ്ട എന്നൊക്കെ വീണ്ടും ലാലി ജോസഫ് പറയുന്നുണ്ട്. ഇവിടെ എന്നും വിരുന്ന് വരുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ അറിയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാനതൊക്കെ എല്ലാം അറിയും. അതുകൊണ്ട് മാത്രമല്ലേ ഇന്നും എനിക്കിവിടെ വരാൻ സാധിച്ചത് എന്നൊക്കെ റീത്താമ്മ പറയുന്നുണ്ട്. പൗലോസ് ഇവിടെ പോയതിനും പിന്നെയും ഇവിടെ ചാരപ്രവൃത്തി ചെയ്യുന്ന ആരോ അപ്പോൾ ഈ വീട്ടിൽ ഉണ്ടെന്ന്. നല്ല കാര്യം, എന്തായാലും അത് നടക്കട്ടെ. ആര് പറഞ്ഞു തന്നാലും ഉള്ള കാര്യം തന്നെയാ, ഇല്ലാത്ത കാര്യം ഇവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ. എന്തായാലും വരുന്നവർ വരട്ടെ, അലീനയെ കാണട്ടെ, പോകട്ടെ. അതിനിപ്പോൾ അലീനയ്ക്ക് കല്യാണാലോചനയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ നടത്താൻ പോവുക. ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും എന്ന് വെച്ച സകല സ്വത്തുക്കളും അവക്ക് എഴുതാനും പോവുക. ഇതില് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ റീത്താമേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്റെ 3 മക്കള് അനുഭവിക്കേണ്ട ഈ സ്വത്തുക്കള് നീ എവിടെന്നോ വന്ന ഒരുത്തി കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വേദന മാത്രമല്ല, നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവതക്കുട്ടി പറയുക, എങ്ങനെയായിരുന്നാലും അവനെ സ്നേഹിക്കുന്ന, അവന്റെ കൂടെ നിൽക്കുന്ന അവന്റെ മകൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. അതിന് നീ ആരാ ചോദിക്കാൻ? നീ ദിവസവും ഇങ്ങനെ വഴക്കിന് വേണ്ടി എന്തിനാ ഇങ്ങനെ വീട് കയറി ഇറങ്ങുന്നത്? അതിന്റെ ആവശ്യമല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ ഈ മോനെ നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് വഷളാക്കി ഇട്ടിരിക്കുക. ഞങ്ങൾക്ക് ആണെങ്കിൽ എന്ത് പറയാനാ? ആരൊക്കെ വന്നിട്ടും കേൾക്കാൻ കഴിയാത്ത ഒരു മനുഷ്യ വർഗമായിപ്പോയില്ലേ നിങ്ങളെല്ലാവരും. എൻ്റെ അനിയത്തിക്ക് പറ്റിയ ഒരു അബദ്ധമാ ഈ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഇയാള്. എന്തായാലും നല്ല ഒരാളാന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കാന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ പിള്ളേരുടെ കാര്യം കഷ്ടത്തിലായിരിക്കുന്നത്. അത് മാത്രമല്ല ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നതാ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്നുണ്ട് നിങ്ങളടുത്ത്.
മക്കളുടെ പോലും ഇല്ലാത്ത സ്നേഹം എവിടുന്ന് ഒരുത്തിയെടുത്ത് കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ട്. പണ്ടാണെങ്കിൽ പിള്ളേരൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് മടിയിലിരുത്തി ഒന്ന് ആഹാരം വാരി കൊടുക്കാൻ വേണ്ടി. പക്ഷെ അതുപോലും നീ ചെയ്തിട്ടില്ല. ഇന്ന് ആണെങ്കിൽ കൂടെ ഇരുന്ന് ഊട്ടുകയാണല്ലോ അവളെ. അതിനുവേണ്ടി അത്ര മഹത്വം അവളിൽ എന്തുവാ, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് എൻ്റെ മകളെ ഞാൻ കൊഞ്ചിക്കും ലാളിക്കും, അത് മാത്രമല്ല ആഹാരം വാരി കൊടുക്കും, എൻ്റെ സ്വത്തുക്കൾ കൊടുക്കും. അതിന് നീ ആരാ ചോദിക്കാൻ? ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടും മനസ്സിലാത്ത ഒരു സ്ത്രീയാണല്ലോ നീ. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇനി ഈ വീട്ടിന് തടയില് വരരുത് ഞാൻ പറയില്ല. പറഞ്ഞിരുന്നാലും നീ വരുമല്ലോ. വന്നിരുന്നാലും മിണ്ടാതെ വന്നിട്ട് പൊയ്ക്കോണം. എനിക്ക് അതേ പറയാനുള്ളൂ. പിന്നെ ഇപ്പോൾ നിന്റെ അനിയത്തി ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഉള്ളപ്പോഴത്തേക്ക് വന്നാ മതി അധികാരം കാണിക്കാൻ. അല്ലാത്തപ്പം ഈ നടയിൽ വരേണ്ട കാര്യവുമില്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ ഡൈവോഴ്സിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. അല്ലാതെ എൻ്റെ അടുത്ത് ഗുസ്തി കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല റീത്താമേ എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്. ഇവക്ക് വേണ്ടി പറഞ്ഞു ജയിക്കാൻ വേണ്ടി എത്ര പേരാ ഉള്ളത്. എന്തായാലും നിന്നെ സമ്മതിക്കണോടി എന്നൊക്കെ അലീനയെ നോക്കി പറയുന്നത് കേട്ട് അലീന മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, ഞാൻ അവളുടെ അടുത്ത് ഒന്നും പറയാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അവളെ പറയേണ്ട ഒരു കാര്യവും ഇല്ല. അതിനുവേണ്ടിയല്ല ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എൻ്റെ മകളെ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതോ ഒരു കാമുകിയുണ്ടെന്ന്. ഇനി കാമുകി എന്നാ വരുന്നത്? കാമുകി വരുമ്പോഴത്തേക്ക് ഞാൻ അറിയിക്കാം എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. റീത്താമ്മയുടെ അടുത്ത് അവിടെ വന്ന നിൽക്കുന്ന റൂമുണ്ടല്ലോ, ആ റൂമിലേക്ക് കയറിയിരുന്ന് ആലോചിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാം. ഇവരെയൊക്കെ ഈ വീട്ടിലെ എല്ലാവരും അവളെ സപ്പോർട്ടാണല്ലോ. എന്റെ കൂടെ നിന്ന പൗലോസ് പോലും ഇന്നിവിടെ ഇല്ല. പല കാര്യങ്ങൾ പറഞ്ഞ് അവനെ പുറത്താക്കാൻ കഴിവുള്ള അവള് വലിയ മിടുക്കി തന്നെയാ. ഇനിയും എന്നെയും ഇതുപോലെ ആയിരിക്കും എന്റെ അനിയത്തിയുടെ അവസ്ഥയും. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ആദ്യമേ തന്നെ ഒഴിവാക്കേണ്ടത് അവനെ തന്നെ, ആ സ്റ്റാൻലി ജോസഫിനെ. അവന്റെ ഓരോ വർത്തമാനം കേട്ടിട്ട് എനിക്ക് പിടിക്കുന്നില്ല. ഇനിയാണെങ്കിൽ അവനെ അങ്ങ് ഒതുക്കുക, അത് തന്നെ കാര്യം. അവനെ ഒന്ന് കൊന്നാലോ എന്ന് വരെ ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ അവതക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്, റീത്താമ്മ, ഇനി നിങ്ങളെ മോന്റെ കാര്യത്തില് എനിക്കിനി എന്ത് തീരുമാനം എടുക്കാം. നീ എല്ലാ തീരുമാനം എടുക്കേണ്ടേ. അവനും അറിയാം, എനിക്കും അറിയാം അവന്റെ കാര്യത്തില്. നീ നിന്റെ അനിയത്തിയുടെ മക്കളെയും കാര്യം മാത്രം നീ നോക്കിയാൽ മതി. അല്ലാതെ ഇങ്ങോട്ട് ഭരിക്കാൻ വരേണ്ട ആവശ്യമില്ല റീത്താമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നീയൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിയ ഓരോരോ വഷളത്തരവും എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ ഈ വീട്ടിലുള്ളത്. അതിൽ ഒരാളാണ് അലീന. എനിക്ക് താല്പര്യപ്പെട്ട ആളുകളെ കുറിച്ച് ആരെങ്കിലും പറയുന്നതോ അവർക്ക് ദോഷം വരുന്ന രീതിയിൽ ചെയ്യുന്നതോ കണ്ടാൽ ഞാൻ വെറുതെ ഇരിക്കത്തില്ല. ഞാൻ ജയിലിൽ പോവും. ഇനി എനിക്ക് ജയിലിൽ പോവാൻ ഒരു പേടിയുമില്ല. അറിയാലോ, ഞാൻ വയസ്സായി. അതുകൊണ്ട് എന്നെ തൂക്കിക്കൊല്ലാനൊന്നും ഇനി വിധിക്കേയില്ല. നിന്നെയൊക്കെ കൊന്നുകളയും എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്കൊക്കെ അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേണ്ടി വന്നാൽ ഇവരുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ അതും ചെയ്യും. ഇപ്പോൾ നീയാ ഇതിനെ എല്ലാത്തിനും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ ഒന്ന് ബഹളം വയ്ക്കാൻ്റെയും കാര്യം എന്താ? അവൻ ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു, അവളെ കൊണ്ട് കളയാൻ താല്പര്യമില്ല എന്ന്. പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്ന നീ? അതുകൊണ്ടാ എന്നെ കൊണ്ട് നീ ഇത് പറയിപ്പിച്ചത്. അതുകൊണ്ട് റീത്താമ്മേ, ഇനിയാണെങ്കിലും നീ ഇവിടെ സൗര്യക്കേടുണ്ടാക്കാൻ വരരുത് എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട് റീത്താമ്മയുടെ അടുത്ത്. അങ്ങനെ റീത്താമ്മ ആലോചിച്ചുകൊണ്ട് ഇരുന്നിട്ട് വിചാരിക്കുന്നുണ്ട്, ഇവരെ കൊന്നു കളയാനല്ലാതെ. അങ്ങനെ സ്റ്റാൻലി ജോസഫിന് വിഷം കൊടുത്ത് കൊല്ലാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ഒരിക്കൽ ഞാൻ അത് ചെയ്തെങ്കിലും അത് നടന്നില്ല. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കത്തില്ല. ഞാൻ കൊന്നു കളയും അവനെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അടുക്കളയിൽ കയറുന്നുണ്ട്. ആ സമയത്ത് ആരും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ അയാൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാലിൽ വിഷം കലക്കുന്നുണ്ട്. എല്ലാരും വരുന്നുണ്ടോ എന്ന് നോക്കി. പക്ഷെ ആ പാല് എടുക്കാൻ വേണ്ടി പോയി എടുത്ത് കൊടുക്കുന്നതാണെങ്കിൽ അലീനയുമാണ്. പക്ഷെ അലീനയ്ക്ക് ഒന്നും തോന്നുന്നില്ല. അലീന എടുത്തു വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് പോയ പാല ആ സമയത്ത് അലീനയെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം അവതക്കുട്ടി പറയുന്നുണ്ട്, അവനാണെങ്കിൽ പാല് കൊണ്ടുപോവുകയാണോ? എനിക്കെടുത്തോ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്ന് രാവിലെ അല്ലേ എല്ലാരും കുടിക്കുന്നേ, അപ്പച്ചന് ഞാൻ ചായ ഇട്ട് തരാം എന്നൊക്കെ പറയുക. വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ, പപ്പയ്ക്ക് മാത്രമേ പാലുള്ളൂ എന്നൊക്കെ. അങ്ങനെ പാല് കൊണ്ട് അകത്തേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതില് വിഷം കലർന്നിട്ടുണ്ടെന്ന് അലീന പോലും അറിഞ്ഞിരുന്നില്ല.
അങ്ങനെ ഒരു അബോധാവസ്ഥയിൽ കിടക്കുന്ന സ്റ്റാൻലി ജോസഫിനെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് അവതക്കുട്ടി പറയുന്നുണ്ട്, അവന് ഒന്നുമില്ലായിരുന്നതാ, നീ അവനെ കൊണ്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചു അല്ലേ? അത് ഏതായാലും ഞാൻ കണ്ടുപിടിക്കും, പിന്നെ നീ ജീവനോടെ ഇരിക്കില്ല, എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. ഈ വീട്ടിൽ ഓരോ ദുരന്തങ്ങളാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതും നീ കാരണം, എന്ത് ചെയ്യാനാ എന്നൊക്കെ റീത്താമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് അവതക്കുട്ടി. പിന്നെ നീ ഞെട്ടിക്കുന്ന രഹസ്യം ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. അവനെന്ത് സംഭവിച്ചിരുന്നാലും നിന്നെയും നിന്റെ മക്കളെയും ആരെയും ഞങ്ങൾ വെറുതെ വിടില്ല, നീ അത് ഓർമ്മ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് തന്നെ വീണ്ടും പറയുന്ന, ഞാനല്ല കൊടുത്തത്, അലീനയല്ലേ കൊണ്ട് കൊടുത്തത്, പാലോ എന്തോ, അതില് അവളായിരിക്കും എന്തെങ്കിലും കലക്കി കൊടുത്തത്, എനിക്കാണെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ പാലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നീ തന്നെ കൊടുത്തതെന്ന് നമുക്ക് ഉറപ്പാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചത്? അത് ഞാനോ? അലീനയായിരിക്കും കൊല്ലാൻ ശ്രമിച്ചത്, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ആ സമയത്ത് തന്നെ പറയുക അവതക്കുട്ടി, അവള് സ്വന്തം അച്ഛനെ കൊല്ലത്തൊന്നുമില്ല, നിന്നെപ്പോലുള്ള പരിപാടിയൊന്നും അവള് കാണിക്കാനും അറിയില്ല. അതുകൊണ്ട് നീ ഇനിയും അറിയാൻ്റെ ഞെട്ടിക്കുന്ന ഒരു രഹസ്യമുണ്ട്, അതും ഞങ്ങൾ വെളിപ്പെടുത്താം. നീ എന്തൊക്കെ കാണിച്ചിരുന്നാലും കണ്ടോ, ഈ വിൽപത്രത്തില് എന്താണുള്ളതെന്ന് അറിയാവോ? ഇനിയുള്ള സകല സ്വത്തുക്കളും അലീനയുടെ പേർക്ക് അവൻ എഴുതിയിട്ടുണ്ട്. ഇനി അലീന വിചാരിക്കണം ഈ എൽസമ്മയുടെ മക്കൾക്ക് എന്തൊക്കെ കൊടുക്കണമെന്ന്. അതിന് എവളെ പരിധിയിലാ വന്നിരിക്കുന്നത്. ഇനി ആരെ കൊല്ലണമായിരുന്നെന്നാ നീ ഇനി ചിന്തിക്കുന്നത്? ഇനി ഒരിക്കലും നിനക്ക് അവൻ എന്ത് സംഭവിച്ചിരുന്നാലും അവനറിയാം നീയൊക്കെ അപായപ്പെടുത്തുമെന്ന് ശ്രമിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാ മുൻകൂട്ടി ഞാൻ പോലും അറിയാതെ അവൻ ഇത് ചെയ്തു വെച്ചത്. ഇനി അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇനിയുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ ഈ വീട്ടിലെ അലീനയുണ്ട്. അതിന് സർവ്വ അധികാരവും കൊടുത്തിട്ട അവനാണെങ്കിൽ ഇവിടെ താമസിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് കണ്ട് നെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട് റീത്താമ്മ. എന്ത് ചെയ്യണമെന്നറിയാം. എന്റെ ചേട്ടന് ആരുമില്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നുള്ള ഒരു അവകാശം ആരാ നിങ്ങൾക്ക് തന്നത്? എന്തായാലും നിങ്ങളുടെ അനിയത്തിയുടെ ഭർത്താവെന്ന നിലയിലും മക്കളുടെ അച്ഛനെന്ന നിലയിൽ പോലും ചിന്തിക്കാതെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയില്ലേ? ഇത് എവിടത്തെ തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞിരുന്നാലും അത് ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ തന്നെ ഇത് ചെയ്തെന്ന് ഉറപ്പ് തന്നെയാ. വേറെ ആരും ഇത് ചെയ്യാൻ മുതിരില്ല. എന്തായാലും പൗലോസിന്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ രണ്ടാം പ്രാവശ്യം നിങ്ങളിത് ചെയ്യിപ്പിച്ചത് തന്നെയാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്ന് പൗലോസ് ഇവിടെ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെയാ തെറ്റുകാരി. ഇത്രത്തോളം എന്റെ ചേട്ടനെ ഇല്ലാതാക്കാൻ തോന്നിയ നിങ്ങളുടെ മനസ്സില്ലേ, അതിന് ഞങ്ങൾ എന്ത് പറയണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോട് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഞങ്ങളെ ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടില്ല. പിന്നെ ഒരു ബോംബ് പോലെ പൊട്ടിയിട്ടുണ്ടല്ലോ, എന്തിനാണോ നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ചത് അത് വിപരീതമായിട്ട് തന്നെ വന്ന് ഭവിച്ചത്. എല്ലാ സ്വത്തുക്കളിലും എന്ന് വെച്ചാൽ എന്റെ ചേട്ടന്റെ സകല സ്വത്തുക്കളും ആരുടെ പേരിലാ വിൽപത്രമാണെന്ന് അറിയാലോ. എന്റെ ചേട്ടന് നേരത്തെ തീരുമാനം ഉണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ ഈ അലച്ചില് കാരണം അതുകൊണ്ട് തന്നെയാ ഈ ഒരു തീരുമാനം എടുത്തതും അങ്ങനെയൊക്കെ ആയതും. ഇനി ഏത് തീരുമാനം എടുക്കണമെങ്കിലും അലീന വിചാരിക്കണം. എന്റെ ചേട്ടന്റെ മകളായ അലീന ഞങ്ങളും അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ജീവനോടെ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടുമെന്ന് വിചാരിക്കേ വേണ്ട എന്നൊക്കെ റീത്താമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് സഹോദരങ്ങൾ സ്റ്റാൻലിയുടെ. അങ്ങനെ സ്റ്റാൻലി ജോസഫിന്റെ ഈ അവസ്ഥ കണ്ട് പൗലോസൊക്കെ അറിഞ്ഞ് വീണ്ടും എത്തുന്നുണ്ട് ഹോസ്പിറ്റലിലോട്ട്. എന്റെ സാറിന് എന്ത് പറ്റി എന്നൊക്കെ ഇവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് ആരെന്നറിയില്ല, വിഷം കൊടുത്തതാ. അത് പക്ഷെ എനിക്കറിയാം ആരായിരിക്കും, ആ റീത്തമ്മ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കാലം സാറിന്റെ കൂടെ ഒരു നിഴലായിട്ട് ഉണ്ടായിരുന്നതാ ഞാൻ. പക്ഷെ ആ അലീന കാരണമല്ലേ ഞാൻ അവിടുന്ന് പോയത്. അല്ലെങ്കിൽ അടുക്കളയിൽ എന്ത് അനങ്ങിയാലും ഞാൻ ആദ്യം അറിയുന്നത് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പൗലോസ് ഡ്രൈവറിന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ അകത്ത് എല്ലാവരും നിൽക്കുന്നത് കൊണ്ട് തന്നെ അകത്തേക്ക് കയറുന്നില്ല. എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് വിഷമത്തോടെ അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് അവിടെ വരാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ഒരു ജോലിയും ശരിയായില്ല. അവിടുത്തെ ജോലി എന്ന് പറയുന്നത് ഇത്രയും കാലം സാറിനെ സേവ ചെയ്ത് നടന്നതായിരുന്നു ഞാൻ.
ഇതിലൂടെയാണ് സ്റ്റാൻലി ജോസഫിന്റെ വാർത്ത ബാലചന്ദ്രൻ കേൾക്കുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ വിചാരിക്കുന്നുണ്ട്, ഒന്നും അയാൾക്ക് പറ്റരുതേ എന്ന്. അലീനയ്ക്ക് ഒരു താങ്ങായി നിൽക്കുന്ന ആളാ. അത് മാത്രമല്ല, അലീന ഇപ്പോൾ പോയി താമസിച്ചിരിക്കുന്നത് ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാ. ചെയ്യാനും മടിക്കാത്തവരാ ആ സ്റ്റാൻലി ജോസഫിന്റെ ഭാര്യയുടെ വീട്ടുകാര്. അതിന് അലീനയ്ക്കും ജീവന് ആപത്ത് തന്നെയായിരിക്കും. ഇവിടത്തെക്കാളും വളരെ കഷ്ടത്തില അലീനയുടെ കാര്യം. എന്ത് ചെയ്യാനാ എന്നൊക്കെ ബാലചന്ദ്രൻ മനുവിന്റെ അടുത്ത് പറയുന്നുണ്ട്.